ഹലോ ഗൈസ്, നമ്മളിന്നൊരു ഏലത്തോട്ടത്തിലാണ്. കല്ലാറുകുട്ടി ജെയിംസ് അച്ചായൻ്റെ ഏലത്തോട്ടത്തിലാണ്. അച്ചായോട് നമുക്ക് ചോദിക്കാം ഏലകൃഷി രീതിയെക്കുറിച്ച്. ഏലകൃഷി എന്ന് പറഞ്ഞാൽ ഇത് നല്ല കുഴിയെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് തൈ തട്ട നമ്മൾ വെക്കണം. അതായത് ഇതിൻ്റെ ഈ ചെറിയതുണ്ടല്ലോ, ഈ ഇങ്ങനെ കാണുന്ന ഈ മുള കൂടുതലുള്ള ഇത് കൊള്ളാവുന്ന ചിന്ത, ഇതിങ്ങനെ കണ്ടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വെക്കാം. വിളവെന്ന് പറഞ്ഞാൽ ഇത് 4 മാസം 4 വർഷമാകുമ്പോഴത്തേക്കും നല്ല കായാവും. 2-ാം വർഷം വരെ ഇതിൻ്റെ അകത്ത് വളമിടണം, മരുന്നടിക്കണം. പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ ഇതൊരു പുതിയ മോഡലാണ് കണിപ്പറമ്പൻ. ഇത് ഒത്തിരി ഞരളാണിയുണ്ട്, കണിപ്പറമ്പനുണ്ട്, പിന്നെ വേറെ നാടനുണ്ട്, പല മോഡൽ തൈകളുണ്ട്. ഇതതിൻ്റെ പുതിയ ഒരു സംവിധാനമാണ് ഈ തൈ. നല്ല ഒരു അപ്പോൾ ഇത് ഈ പ്രാവശ്യം വേനലായത് കൊണ്ടൊക്കെ സംഭവിച്ചു പോയതാണ്. ഇത് അല്ല, ഈ കായുടെ മുഴുപ്പ് ഭയങ്കര വിളവെടുപ്പ് നമ്മൾ 50 ദിവസം കായ എടുക്കാം. 50-ാം പൊക്കം നമ്മളിപ്പോൾ ഈ പ്രാവശ്യം എടുക്കുക, അത് കൂട്ടിക്കും. അത് കഴിഞ്ഞ് 50 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് കായ എടുക്കാം. 25-ാം പൊക്കം നമ്മൾ മരുന്നടിക്കണം. പിന്നെ വളമിടണം, മണ്ണിടണം. കിട്ടുന്നുണ്ട്. ആ, ഇതിപ്പോൾ വളം ചെയ്തില്ല ഈ പ്രാവശ്യം. ഇപ്പോൾ കായ എടുത്തേച്ച് ഇനിയിപ്പം മരുന്നടിച്ചേച്ച് പിന്നെ വളമിട്ട് മണ്ണിടും. മണ്ണിടുമ്പോഴത്തേക്ക് ഈ ശരമുണ്ടല്ലോ, ഇത് അതന്നേരം നീണ്ടു വരും. ഇത് ഇത്രയും നീളമൊക്കെ വരും, ഒരാളുടെ പൊക്കം വരും മിച്ചോട്ട്. അപ്പോൾ നിറച്ച് കായും. അതുപോലെ തന്നെ നമുക്ക് എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു കൃഷിയാണ്. ആ, നല്ല പുതിയതായിട്ട് നമ്മൾ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നവരോട് എന്നാ പറയാനുള്ളത്? പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം നമുക്ക് ആ മണ്ണുമായിട്ട് ഏലം വയ്ക്കാൻ പറ്റുമോ, കൃഷിക്ക് ആവശ്യമായ നല്ല മണ്ണാണോ എന്ന് നോക്കണം. പിന്നെ കാലാവസ്ഥ അവിടുത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ നല്ല കൃഷി ഉണ്ടാക്കാം, ആദായം കിട്ടും. ഇതിന്റെ ഈ തൈയും ഇതൊക്കെ ഇവിടെ നിൽക്കുക നമ്മൾ കളക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കും, ഓരോ തോട്ടങ്ങളിൽ. ഇത് നമ്മൾ എങ്ങനെയാ സെയിൽ ചെയ്യുന്നത്? ഇത് സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ചെറിയ കവറിൻ്റെ അകത്ത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യല്, അതുപോലെ ചാണകപ്പൊടി ശകലം മണ്ണും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഈ തൈ കൊണ്ടുപോയി അതിൻ്റെ അകത്ത് കൂടക്കകത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള കാ കിട്ടും. ഉണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് സ്റ്റോറി കൊണ്ടുപോയിട്ട്, അപ്പോൾ 5 കൊന്നാണ്. അതായത് 5 കിലോ കൊടുത്താൽ നമുക്ക് 1 കിലോ ഉണക്കക്കാ കിട്ടും. ചില പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 4-1 കിട്ടും. ആ, ഇപ്പം 100 കിലോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി കിട്ടും. ജോലിത്തിരക്കിനിടയിലും നമുക്ക് വേണ്ടി അല്പസമയം മാറ്റി വെച്ച ജെയിംസ് അച്ചായന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് ഏലക്ക എങ്ങനെ പറിക്കുന്നത് നോക്കാം.
ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.